ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ, കാരണം ഇനി എത്ര അഴുക്ക് പിടിച്ച തുണിയാണെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ പറ്റും. ഈ ഒരു സൂത്രം മാത്രം മതി. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലെ പരിപ്പ് അതുപോലെ ചോറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ ആവി പോകാനും വിസിലടിക്കാനും ഭയങ്കര പാടായിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യേണ്ട ഒരു ടിപ്പാണിത്. നമ്മുടെ ഈ വാഷറിൽ ഇടയിലൂടെയൊക്കെ അതിൻ്റെ ആവി പുറത്തോട്ട് പോകും. അങ്ങനെ ഒന്നും പോകാതിരിക്കാൻ വാഷർ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാത്രം മതി, ഫ്രീസറിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പിന്നെ ഇതിലൂടെ നമ്മുടെ ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ കുക്കറിൻ്റെ ഹോളിലൂടെ നമുക്ക് ആവി പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം പൈപ്പ് തുറന്നു വിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് വെക്കുകയാണെങ്കിൽ ആ ശക്തി കൊണ്ട് അതിൻ്റെ എന്തെങ്കിലും അടുക്ക് കയറിയപ്പോൾ അത് പോകും. അല്ലെങ്കിൽ ഒരു സൂചി നൂലും കൂടെ കോർക്കുക, എന്നിട്ട് ഇതിലെ കൂടെ ഹോളിലൂടെ ഒന്ന് കടത്തി വിടുമ്പോൾ അതിൻ്റെ തഴുക്കൊക്കെ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനൊക്കെ കുക്കർ പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ കുക്കറൊക്കെ യൂസ് ചെയ്യാൻ. പിന്നെ ഇങ്ങനെ തിളച്ച് തൂകുന്ന എന്തെങ്കിലും സാധനം നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഓയിൽ കുക്കറിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക. കുക്കറിലെല്ലാം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലൊക്കെ തിളച്ച് തൂകുകയോ പുറത്തോട്ട് വരികയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കുക്കറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കുക്കർ മാറുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഇപ്പം പൊടിയീച്ച അതുപോലെ പല്ലി പാറ്റ എല്ലാം ശല്യം കൂടുതലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ മുളകും പച്ചമുളകിൻ്റെ തണ്ടുകളും അതുപോലെ തന്നെ നമ്മുടെ സവോളയുടെ തൊലിയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എന്തെങ്കിലും ലോഷൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഡെറ്റോൾ ആണെങ്കിലും മതി, അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂലയിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇതിനൊരു സ്മെല്ല് സന്ധ്യ സമയത്ത് വേണം നിങ്ങളിത് വെക്കാനായിട്ട്. അപ്പോൾ സന്ധ്യ സമയമാകുമ്പോഴത്തേക്ക് ഈ പിന്നെ പൊടിയീച്ചകളും പല്ലിയും പാറ്റ എല്ലാം വന്ന് ഈ വെള്ളത്തിനടുത്ത് വരും. അങ്ങനെ ഈ സ്മെല്ല് അടിച്ചിട്ടാണെങ്കിലും വീടിൻ്റെ അടുത്തുനിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും. പൊടിയീച്ചകളെല്ലാം കൂട്ടമായിട്ട് സത്ത് കിടക്കുകയും ചെയ്യും കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. അത് മാത്രമല്ല നമ്മുടെ വീടിനുള്ളിലെ ഒരു ബാഡ് സ്മെല്ലൊന്നും നിൽക്കത്തൊന്നുമില്ല, നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ ഈ ഒരു വെള്ളം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ചെയ്യുവാണെങ്കിലും വളരെ നല്ല റിസൾട്ട് കിട്ടും. പൊടിയീച്ചയും പല്ലിയും പാറ്റ എലിയും ഒക്കെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതും ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ വീട്ടിൽ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ കൂടുതലുണ്ടെങ്കിൽ വീട് തുടയ്ക്കുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ കയ്യിൽ ഇതുപോലെ പാറ്റാഗുളിക കാണും, നിങ്ങളുടെ വീട്ടിൽ പാറ്റാഗുളിക കാണും. ഈ സാധനം എല്ലാവരുടെ വീടുകളിലുണ്ടെന്നറിയാം. അപ്പോൾ ഇനി അതുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം വീടിൻ്റെ തറയെല്ലാം നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഉറുമ്പിൻ്റെയും പല്ലിയുടെയും പാറ്റയുടെ എല്ലാം ശല്യം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. വീട് നല്ല സ്മെല്ലായിട്ട് കിടക്കും, നല്ല സുഗന്ധം പരക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ ഒരുപാട് മുണ്ടുകളും തോർത്തുകൾ വെള്ളത്തുണികളൊക്കെ ഒരുപാട് കാണുമല്ലോ അലക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് ചെളികളൊക്കെ തുണികളിലുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വെളിയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ ഡിഷ് വാഷ് കാണുമല്ലോ, വിമ്മിൻ്റെ എന്തിൻ്റെയാണ് ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ എടുക്കുക. അത് നമ്മുടെ എത്ര അഴുക്ക് പിടിച്ച തുണിയിലാണെങ്കിലും ഇതുപോലൊന്നും വെള്ളത്തിൽ മുക്കിയതിന് ശേഷം, ഞാൻ പാലിലാണ് അലക്കുന്നത്, അതിലേക്ക് മുക്കിയതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ ഞാൻ രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നലക്കുകയാണെങ്കിൽ നല്ലപോലെ ചെളി പോകുന്നതും എത്ര കറയാണെങ്കിലും കരിമ്പനാണെങ്കിലും ഈ ഒരൊറ്റ ഇതിലൂടെ നല്ലപോലെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നല്ലപോലെ നമ്മുടെ ഇപ്പോൾ എത്ര പഴകിയ വെള്ളമുണ്ടാണെങ്കിൽ പോലും പുതുപുത്തനാക്കാൻ നമുക്ക് നമ്മുടെ ഡിഷ് വാഷ് മാത്രം മതി കേട്ടോ. ഡിഷ് വാഷും കൊണ്ടാണ് ഞാനിവിടെ ഇത് വെള്ളമുണ്ടൊക്കെ ഡ്രൈവർ ആയത് കാരണം ഓട്ടോയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ചെളികളും സാധനങ്ങളൊക്കെ എടുക്കുന്ന കറകളൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് അലക്കിക്കൊണ്ട് വിരിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ